ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് നമ്മുടെ ലക്ഷദ്വീപിലെ ഒരു ചൂണ്ടക്കടയിലാണ് കേട്ടോ. ഇവിടെ ഫിഷിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പം നമ്മളിന്ന് ഒരു ചൂണ്ടയും അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടെ മേടിക്കാൻ വേണ്ടി വന്നേക്കുവാണേ. അപ്പോൾ എന്നും നമ്മളിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഈസ്റ്റേൺ ജെട്ടി പോയിട്ട് ഇങ്ങനെ മറ്റുള്ളവർ മീൻ പിടിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി കുറേ നേരം സമയം കളയാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ നമുക്ക് ഒരു ചൂണ്ടയൊക്കെ മേടിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന്. അങ്ങനെ ചൂണ്ട മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതിനേക്കാൾ ഇനി ഇച്ചിരി വണ്ണമുള്ള വേണോ? ഇതാ ഇത് ഇതിനകത്തായിരിക്കുമോ ഇത് കൂടുതൽ? ഇത് സ്യൂട്ടാവുന്ന അതിനകത്താണോ? എൻ്റെ കയ്യിൽ ഇതുപോലത്തെ സാധനം ഉണ്ട്, ഇതുപോലത്തെ ഉണ്ട് ഇന്നലെ മേടിച്ചത്. എന്നാൽ പിന്നെ ഇത് ഒരെണ്ണം കൂടെ എടുത്തോ. ഇതിനകത്തല്ലേ ഈ ചൂണ്ടയൊക്കെ വെക്കാൻ പറ്റുന്നേ, ഇല്ലയോ? എന്നാൽ പിന്നെ അതെടുത്തോ. ഇതൊക്കെ എന്താ സാധനം? കല്ലൊക്കെ എന്തോ. ഇത് ലെഡ് വെയിറ്റിന് ഇടുന്നില്ല. ഇതിനി എങ്ങനെ വലുതാക്കുന്നേ? ഇതുകൊണ്ടാണ് മറ്റേ ഇതും പിടിക്കുന്നത് അവര്. കണവ പിടിക്കാനില്ല വാപ്പ. ഓ, ഇതിന് എത്ര രൂപയാ? 400. ഒരെണ്ണം മേടിക്കണല്ലേ. ഇതുകൊണ്ട് എന്തെല്ലാം പിടിക്കാൻ പറ്റും? കണവയും കുളുവലിനും കണവയ്ക്കും ഉള്ളതാ ഇതല്ലയോ? ഇതുണ്ടത് ഈ സാധനം. മറ്റേതിൻ്റെ നൂല് ഇതിൽ നിന്ന് എടുത്ത് നിങ്ങൾ കെട്ടി വെക്കുന്നതാ. ആണോ? ആവശ്യത്തിനെടുത്ത് കണ്ട. അതൊക്കെ ഒത്തിരി ഐറ്റം ഉണ്ട്. പോയല്ലേ സാമ്പ കടലക്കത്തിയല്ലേ നെറ്റിക്കറൊക്കെയാണ് കോനുണ്ട്. എല്ലാം ചുറ്റിപ്പടഞ്ഞ് ആക്കെ കുടുങ്ങിപ്പേ അമിരുന്നോണ്ട്. ഈ ഒരു വീഡിയോ ലെഡിന് കീച്ച കിട്ടോ എന്നാ കീച്ച കിട്ടോ? ഉപ്പ് എങ്ങനെ ജാസ്മിൻ? അങ്ങാർക്കട പൂച്ചും വരുത്തേക്കാം. ഇവിടെ കൊടുത്തിട്ടറിയാം മാത്രം. ഇത് ഇടിയരുതേ. കാറ്റിൽ ഇതുകൊണ്ട് തിരിച്ചിതിനകത്തോട്ട് തന്നെ ഇന്നറ്റാണ് എന്നെ കാറ്റാണ് ഇന്ന് അത്ര ഇല്ലേ. കാണിച്ചുണ്ടോ എല്ലാം കടലിനകത്ത് എടുത്തിട്ട് മീൻ കുടുങ്ങിപ്പിയാ കുത്തി തീർന്നുണ്ട്. കണ്ടി കണ്ട തീറ്റി മൊത്തം അത് കൊത്തിക്കൊണ്ട് പോയി. കൊത്തിയല്ലേ മീൻ പിടിക്കുന്ന കാണാൻ വന്നത്. പെൺപുലികൾ പിടിച്ച ഇപ്പൊ കിട്ടുവേ. മീൻ പിടിക്കുന്ന കാണാൻ വന്നേരാ. ഓക്കെ, നൂല് നമ്മ തന്നെ കുട്ടി കൈ പിടിക്കാം. അവിടെ ഇല്ല താഴെ വെച്ചാൽ പോവാം. ഇങ്ങനെ പിടിക്കണം അങ്ങോട്ടാ.
ഇപ്പൊ വരും മീൻ കൊണ്ട്. അപ്പൊ കടിക്കുന്ന എങ്ങനെ അറിയുന്നേ? മീൻ കടിച്ചാ അങ്ങനെ അറിയും? ഉള്ള ഓ അങ്ങനെ. അതല്ല വല എറിഞ്ഞപ്പോ ഞാൻ പിടിച്ചത്. കുരുങ്ങിയതാ കുരുങ്ങിയതാ കാലിലൊക്കെ കുരുങ്ങിയതാ. നീ തിളകി വരത്തില്ലയോ? കോമഡി എല്ലാം പൊട്ടിക്കണോ? പൊട്ടിക്കല്ല, വേറെ ചൂണ്ടയില്ല. കുഞ്ഞു ചെറിയ ചൂണ്ടുണ്ട്. അവിടെ ചൂണ്ടല്ലേ കടയിൽ? കുടുങ്ങിയതല്ലയോ? ഇപ്പൊ എങ്ങനെ ചൂണ്ട കുരുങ്ങി വരുമ്പത്തെ കടിയിൽ പോകും. അയ്യോ, ഇത് തീരുമ്പോഴാണ് ഈ പോകുന്നത്. ഇത് തീരുമ്പോ എന്റെ ചൂണ്ടല് കല്ല് കെട്ടിങ്ങനെ കൊളച്ചാ അതിനെ മുമ്പ് പിടിക്കാൻ അച്ഛനെ പറയാ കുടുങ്ങി കുടുങ്ങി പിടി. ഇത് പിടിച്ചിട്ട് സമയമില്ല. 7 മണിക്ക് പോയി പിന്നെങ്കിലും കിട്ടണം. പറവാ വെട്ടി എവിടം വെച്ച് പൊട്ടി പോകുന്നതില്ല. അവരവര് മറ്റേ വിശറിക്ക അവിടെ ഇതിലാക്കി തരുങ്ങ. എന്നിട്ട് ഇതിൽ കുരുങ്ങി വലിയ മീൻ പിടിച്ച് അവിടെ കെട്ടി സാറേ. അതേരിയ തീർന്നാ പിന്നെ പിടിക്കില്ല സാറേ. എന്നുണ്ട് ചൂണ്ടല്ലേ അങ്ങത്തന്നെ എല്ലാക്കിക്കൊണ്ടുപോയ മീന ബോയിനുള്ളിലായിരിക്കും അങ്ങനെ ഉള്ള അങ്ങനെ പറ്റിച്ച് എന്താണ്ടൊരു മീന്. ആരുടെ? ബഷീർ കടയോ? ഇത് നമ്മൾ ഇന്നലെ പിടിച്ച അവസാനം ഇല്ലേ? എന്തായിരുന്നു പേര് മറന്നുപോയി. ഊള ഇല്ല, ഇത് കോലാനാ. ഇന്നലെ നമ്മൾ പിടിച്ച മീനല്ലേ ഇത്? ഇപ്പൊ രാവിലെ രാവിലെ വരെ കോലാനാ, ഊള ഇല്ല. ചാക്കിയുടെ നിപ്പ് നോക്കി. അത് ബോർ വാക്ക് പിടിക്കാൻ കൊണ്ട് പോയി പോകുമ്പോൾ
അതാ അന്നാ അയ്യോ വിട്ട് ഇച്ചിരി നേരം വിട്ടാലോ ചിലപ്പോ കുരുക്ക് മാറുവോ? വീണ്ടും കുരുങ്ങി. നമുക്ക് ഇവിടെ കിറങ്ങാ പിള്ളേർ തന്നെ കയറി കുരുക്കിയിടും. താങ്ങാവില്ല. അയ്യോ അൽഹംദുലില്ലാ പോയില്ല. അപ്പൊ അതൊക്കെ കൊണ്ടുപോയിപ്പേര് ഇര കൊണ്ടുപോയിപ്പേര് അകലം പാലിക്കണം. ഞാൻ വിചാരിച്ചു പിള്ളേരെ രണ്ട് ബലൂൺ എടുത്തിട്ട് തന്നെ അവിടെ ഊള പിടിക്കുന്ന ഇങ്ങനെ അല്ലയോ? ഇത് പഴയ ഇലായതുകൊണ്ടാകും ഒന്നും പിടിക്കുന്നില്ല. രാവിലെ പിടിച്ചത് ഫ്രിഡ്ജിൽ വെച്ചത്. ഇതെങ്ങനെ അവിടം വരെ വിട്ട്? കാറ്റിന് പോകുന്നല്ലേ, കാറ്റ് ഇങ്ങനെയാ കാറ്റുള്ളൂ. അപ്പൊ കാറ്റിനനുസരിച്ച് ഒഴുക്കും അങ്ങോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വരുന്ന ബോൾ ഒഴുകി വരുന്നു. പോയി കുറെ നേരത്തൊക്കെ നിന്ന് ഒഴുക്ക് ഇങ്ങോട്ട് വരും. എന്തായാലും അതിനകത്ത് തന്നെ കിടക്കുമല്ലോ അല്ലയോ? വേണ്ട ബോള് ബോള് വരുന്നുണ്ടോ തുള്ളി തുള്ളി? ഇന്നലെ നമുക്കൊരു ഉള കിട്ടിയില്ല. ഇതിന് നമ്മൾ എന്ത് തീറ്റയായിട്ട് കൊടുത്തേ? നമ്മുടെ ഇത് തന്നെ. ഉണ്ടോ ബലൂണിനകത്ത് കെട്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് പൊങ്ങി കിടക്കാൻ വേണ്ടി നമ്മൾ ബോള് കെട്ടിയിടുന്നത്. ദൂരെ പോകാൻ കാറ്റിനനുസരിച്ച് ദൂരെ പോയി പോകും. ഇനി ഇടത്തില്ലേ ഇത് കഴിഞ്ഞ ശരിയില്ല, അവിടെ പുറപ്പെടുന്നില്ല. ഇത് അകത്തുണ്ട്, അകത്തോട്ട് വീശാൻ പറ്റില്ലല്ലോ. തീറ്റയൊക്കെ പോയി, ഹുക്കുണ്ട്. ആന്നാ വലിയ മീനെ അതുകൊണ്ട് തോണ്ട് 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 ആ കണ്ട് 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 കണ്ട്. അതുകൊണ്ട് ഒരെണ്ണം ഒരു കൂട്ടം വന്നിട്ട് ഒരെണ്ണ കയറിയുള്ളൂ അല്ലയോ? അതാ അതെടുപ്പല്ലേ ഗസ്റ്റുമാരൊക്കെ വരുന്നുണ്ട്. ഗസ്റ്റുമാരെല്ലാം സൈറ്റ് സീയിങ്ങിന് വേണ്ടി വന്ന്
അതാ പൊടി കളർപ്പ് പോലെ കാണും. അതുകൊണ്ടാണ് അത് കൊണ്ടുപോയില്ലയോ? ആ വലിയ മീനെ എടുത്തിട്ട് പോന്നേ. ഇതല്ലാന്നോ? ആ അത് ആണോ? പേരെന്തോ ഇതിന്റെ പേരറിയോ? എന്താ നെയ്ത്തല്ല ആണോ? ഇങ്ങ വാപ്പയുടെ കൈ പിടിച്ച്. മറ്റേ ആളെന്ത്? ഹായ് ഹായ് ചിരിച്ച് ചിരിച്ച് കുഞ്ഞു ചിരിച്ചേ കുഞ്ഞു ചിരിച്ചേ. ഓ മുമ്പേ നല്ലൊരു ചിരി ചിരിച്ച്. അഭിലാനോ? കേരളത്തിലുള്ളതാന്നാ? കേരളത്തിലോ? ഇപ്പം വിസിറ്റിങ്ങിന് വന്നാന്ന് ഇവിടെ? ആന്നാ? ഫാദറൊക്കെ എന്ത് ചെയ്യേ? ഇത് എവിടുന്ന് ചൂണ്ടയൊക്കെ? ആന്നാ? അറിയോ നിനക്ക് ചൂണ്ടയൊക്കെ ഇടാന്? ആന്നാ? എപ്പം ഇന്നാ? ആന്നാ? ഇവർ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ ദ്വീപ് കാണാൻ വേണ്ടി വന്നേക്കുന്നവരാണ്. അപ്പോൾ ഇവർക്ക് ഫിഷിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയത് കാരണം ഇതാ മോനൊക്കെ ഭയങ്കര ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുക. ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട്. അപ്പോൾ നമുക്ക് ഫിഷിങ്ങിൽ വലിയ കാര്യമായിട്ട് അറിവൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് കുറേ പേര് സഹായിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ചൂണ്ടയിരിക്കുന്നത് നിയാസിൻ്റെ കയ്യിലാണേ. അപ്പോൾ ഇനി ഇയാളാണ് നമുക്ക് ചൂണ്ടയിട്ട് തരുന്നത്. കിട്ടിയോ? ഇതന്നെ താഴെ പോയെന്നാ? ഓ അതെ നോടി ഇന്നലത്തെ വലിയ മീൻ മീൻ പിടിച്ചാറുകൊണ്ടാ മീൻ കടിച്ചു. ഏത് മീൻ കൊണ്ടുപോവാ? നാളെ അടിക്കാൻ പറഞ്ഞ് അടിക്കുക ഉറപ്പാ. എന്നിട്ട് അടിക്കാൻ നീ കാണിച്ചതും പോക്കാ ഇങ്ങനെ പറ്റമാണ്. ഇവിടെ ചെറിയ മീൻ മുന്നാങ്ങല്ലേ കൊണ്ട് വളർത്തി വലുത് വന്ന് ചെറുതിലോട്ട് ഇതുണ്ടായിരുന്നു. രണ്ട് മോളം കഴിച്ച് ഓടിച്ചു. ഇതിങ്ങ പോയിട്ട് ഇത് കൊത്തി കൊത്തി എടുക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.